ഇടുക്കി മാങ്കുളത്ത് കള്ളക്കുട്ടിക്കുടി എന്ന് പറയുന്ന ഒരു ആദിവാസി ഉന്നതിയുണ്ട്. മാങ്കുളത്താണ് കള്ളക്കുട്ടിക്കുടി. ഒരുപാട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ ആദിവാസി ഉന്നതി നിവാസികൾക്ക് ഈ മഴക്കാലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ദുരിത കാലമാണ്. ആർത്തിരുമ്പെന്നൊരു പുഴ, ആ പുഴയെ മുറിച്ചു കടക്കാൻ സുരക്ഷിതമായ പാലം ഇല്ല. അതാണ് പ്രതിസന്ധി. അവിടുത്തെ കാഴ്ചയൊന്ന് കാണണം. മുളയും മരക്കമ്പും കമ്പിയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലം മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ് നിങ്ങളടക്കം. പഞ്ചായത്ത് മുതൽ കേന്ദ്ര സർക്കാർ തലത്തിൽ വരെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയില്ല. ആദിവാസി ഉന്നതികൾക്കായിട്ട് കോടികൾ പ്രഖ്യാപിക്കും. പക്ഷേ ആദിവാസി ഉന്നതിക്കാർക്ക് എന്നും മുളവടിയും ഈ പറയുന്ന താൽക്കാലിക പാലവും മാത്രം ആശ്വാസവും. കള്ളക്കുട്ടിക്കുടി ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് മഴക്കാലമായാൽ പുറം ലോകത്തെ ബന്ധപ്പെടാനുള്ള ഏക ആശ്രയം ഈ കാണുന്ന പാലമാണ്. മരക്കമ്പുകളും മുളയും കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലത്തെ പാലമെന്നോ നടപ്പാതയെന്നോ വിശേഷിപ്പിക്കാം. വിദൂര ഗ്രാമമായ മാങ്കുളത്തിനടുത്താണ് കള്ളക്കുട്ടിക്കുടി ആദിവാസി ഉന്നതി. 20-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്നു. 2018-ലെ പ്രളയത്തിലാണ് ഇവിടുത്തെ പാലം തകർന്നത്. അന്നു മുതൽ ആടിയുലയുന്ന പാലമാണ് ഇവർക്ക് മുമ്പോട്ടുള്ള ആശ്രയം. ഞങ്ങൾക്ക് ഒരു മഴക്കാലം തുടങ്ങിയ ഭയങ്കര പേടിയാണ്. പിള്ളേരെ കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ അവിടെ നിന്ന് ചമനകെട്ട് ഒരു റോയി കൊണ്ടെങ്കിൽ അതും ചമനകെട്ടാണ് അക്കടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ പാലത്തിൽ കൂടി കുട്ടികളിൽ പാലത്തെ ഞങ്ങൾ ട്രാവലും പോയിട്ടും അച്ഛനോ അമ്മയോ വിട്ടിട്ട് തിരിച്ചു വരുള്ളൂ. അക്കരെ കൊണ്ടുപോയിട്ട് മുളയും കമ്പും കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച പാലം ഒരു മഴക്കാലം പൂർത്തിയാകും മുമ്പേ തകരും. ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ അപകടത്തിൽപ്പെടാനും സാധ്യതകൾ ഏറെയാണ്. ഇരുഭാഗങ്ങളിലെയും മരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കമ്പിയാണ് പാലവും ആളുകളെയും താങ്ങി നിർത്തുന്നത്. നിലവിൽ സർക്കാരിൽ നിന്ന് യാതൊരുവിധ സഹായവും ഈ കള്ളക്കുട്ടിക്കുടി നിവാസികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായി അടിയന്തരമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുകയും ഉന്നതി നിവാസികളുടെ സഹകരണത്തോടും കൂടിയാണ് നമ്മൾ ഈ ഈറ്റപ്പാലം പണിതിരിക്കുന്നത്. അവശ്യ സാധനമായ ഉപ്പ്, മുളക്, അരി പോലും മാങ്കുളത്ത് നിന്ന് തലച്ചുമടായി ഈ ഈറ്റപ്പാലത്തിലൂടെ വേണം അവർക്ക് കൊണ്ടുപോകുവാൻ. തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള ഭരണകൂടങ്ങൾ ഓരോ തവണയും കോടിക്കണക്കിന് രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. അത് അവകാശപ്പെട്ടവർക്കും സുരക്ഷിതമായ കാര്യങ്ങളിലും എത്തുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദുരിതം. ഇവിടുത്തെ ആളുകൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, മഴക്കാലത്ത് മറുകരയിലെത്താൻ ഞങ്ങൾക്ക് വേണം സുരക്ഷിതമായ ഒരു പാലം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ഈറ്റപ്പാലത്തിലൂടെ ഈ മനുഷ്യരിനി എത്ര കാലം സഞ്ചരിക്കണം? അധികാരികൾക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. അതിനെവിടെ സമയം, അല്ലേ?